बाबा कहते, मीठे बच्चे, तुम्हारा प्यार आत्मा से होना चाहिए। चलते फिरते अभ्यास करो, मैं आत्मा हूँ, आत्मा से बात करता हूँ, मुझे कोई बुरा काम नहीं करना है. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ആത്മാവിനോട് സ്നേഹം ഉണ്ടാകണം. നിങ്ങൾക്ക് ആത്മാവിനോട് സ്നേഹം ഉണ്ടാകണം. നടക്കുമ്പോഴും ചുറ്റുമ്പോഴും അഭ്യസിക്കൂ, ഞാൻ ആത്മാവാണ്. ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. എനിക്ക് യാതൊരു തെറ്റായ കാര്യവും യാതൊരു തെറ്റായ കാര്യവും ചെയ്യരുത്. അപ്പോ പറഞ്ഞ നിങ്ങൾക്ക് സ്നേഹം ആത്മാവിനോടാകണം. നടക്കുമ്പോഴും ചുറ്റുമ്പോഴും അഭ്യസിക്കണം, ഞാൻ ആത്മാവാണ്. ആത്മാവിനോടാണ് സംസാരിക്കേണ്ടതും. അപ്പോ എന്നിൽ നിന്ന് യാതൊരു തെറ്റായ കാര്യം ഉണ്ടാകരുത്. प्रश्न, बाप द्वारा रचा हुआ यज्ञ जब तक चल रहा है तब तक ब्राह्मणों को बाप का कौन सा फरमान जरूर पालन करना है? ചോദ്യമാണ്, ബാബയിലൂടെ രചിച്ച യജ്ഞം എപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുവോ അപ്പോൾ വരെ ബ്രാഹ്മണർക്ക് ബാബയുടെ ഏതൊരു ആജ്ഞ തീർച്ചയായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട്. ബാബയിലൂടെ രചിക്കപ്പെട്ട യജ്ഞം എപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുവോ അപ്പോൾ വരെ ബ്രാഹ്മണർക്ക് ബാബയുടെ ഏതൊരു ആജ്ഞ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരാണ്, बाप का फरमान है, बच्चे, जब तक ये रुद्र यज्ञ चल रहा है तब तक तुम्हें पवित्र जरूर रहना. ബാബയുടെ ആജ്ഞയാണ്, കുട്ടികളെ, എപ്പോൾ വരെ ഈ രുദ്രയജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നുവോ അപ്പോൾ വരെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പവിത്രമായിരിക്കണം. तुम ब्रह्मा के बच्चे ब्रह्मा कुमार कुमारी कभी विकार में नहीं जा सकते. അപ്പൊ നിങ്ങൾ ബ്രഹ്മാവിന്റെ മക്കൾ ബ്രഹ്മാ കുമാർ കുമാരിമാർക്ക് ഒരിക്കലും വികാരത്തിലേക്ക് പോകാൻ കഴിയില്ല. अगर कोई इस फरमान की अवज्ञा करते हैं तो बहुत कड़े दंडे के भागी बन जाते हैं. അഥവാ ബാബയുടെ ഈ ആജ്ഞയെ ആരെങ്കിലും അവജ്ഞ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അഗർ കിസി മേ ക്രോധ കാ ബോധ ഹേ തോ വഹ് ബ്രാഹ്മൺ നഹീ. അഥവാ ആരിലെങ്കിലും ക്രോധമാകുന്ന ബോധമുണ്ടെങ്കിൽ ബാബ പറയാണ് അവര് ബ്രാഹ്മണനല്ല. ബ്രാഹ്മണോങ്കോ ദേഹി അഭിമാനി രഹനാ ഹൈ, കഭി വികാർ കെ വശീഭൂത് നഹീ ഹോനാ ഹൈ. ബ്രാഹ്മണർക്ക് ദേഹി അഭിമാനിയായിരിക്കണം, ഒരിക്കലും വികാരത്തിന് വശപ്പെടാൻ പാടില്ല. അപ്പൊ അവരുടെ ആജ്ഞയാണ് എപ്പോൾ വരെ രുദ്ര ഞാൻ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നുവോ അപ്പോൾ വരെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പവിത്രമായിരിക്കണം. അപ്പം ബ്രഹ്മാവിന്റെ മക്കൾ ബ്രഹ്മാ കുമാർ കുമാരിമാർക്ക് ഒരിക്കലും വികാരത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അഥവാ ആരെങ്കിലും ഈ ആജ്ഞയെ അവജ്ഞ ചെയ്യുകയാണെങ്കിൽ ബാബ പറയാണ് അവർ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അഥവാ ആരെങ്കിലും ക്രോധമാകുന്ന ഭൂതമുണ്ടെങ്കിലും ബാബ പറയണം അവരെ ബ്രാഹ്മണൻ എന്ന് പറയില്ല. ബ്രാഹ്മണർക്ക് ദേഹി അഭിമാനിയായിട്ടിരിക്കണം. ഒരിക്കലും അവര് വികാരത്തിന് വശപ്പെടാൻ പാടില്ല. ഗീതം, ഓ ദൂർത്തെ മുസാഫിർ, ഓ ദൂരത്തെ യാത്രക്കാര. ओम शांति. दूर के मुसाफिर को तुम ब्राह्मणों के बिगर कोई भी मनुष्य मात्र जानते नहीं. അപ്പൊ പറയാണ്, ആ ദൂരെയുള്ള യാത്രക്കാരനെ നിങ്ങൾ ബ്രാഹ്മണർക്കല്ലാതെ മനുഷ്യർക്ക് ആർക്കും അറിയില്ല. ആ ദൂരെയുള്ള യാത്രക്കാരനെ നിങ്ങൾ ബ്രാഹ്മണർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. बुलाते हैं परमधाम में निवास करने वाले परमपिता परमात्मा आओ.
അപ്പൊ അവരെല്ലാരും വിളിക്കുന്നുണ്ട് അല്ലേ പാവയെ. പാവയാണ് ആ ദൂരെയുള്ള യാത്രക്കാർ, ദൂരത്തുനിന്ന് വരുന്ന യാത്രക്കാർ. അപ്പം പാവ എല്ലാരും വിളിക്കുന്നുണ്ട് അല്ലെ, പരംധാമത്തിൽ വസിക്കുന്ന പരംപിതാ പരമാത്മാ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. पिता कहते हैं परंतु बुद्धि में नहीं आता है कि पिता का रूप क्या, आत्मा क्या है. അപ്പൊ പിതാവെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കാര്യം ബുദ്ധിയിലേക്ക് വരുന്നില്ല. ആ പിതാവിന്റെ രൂപം എന്താണ്, ആത്മാവിന്റെ രൂപം എന്താണ്, അല്ലെ ഈ കാര്യങ്ങളൊന്നും തന്നെ ബുദ്ധിയിലേക്ക് വരുന്നില്ല. വൽ സമझते हैं ആത്മാ बुड़बुड़ी के बीच में सितारे समा रहती. ഇങ്ങനെയും പറയുന്നുണ്ട്, ആത്മാവ് ഭൃഗുടിയും മധ്യത്തില് ഒരു നക്ഷത്രം പോലെ വസിക്കുന്നു. ബസ് ഓർ കുച്ച് നഹീ ജാനത്തെ. അപ്പൊ ഭൃഗുടിയും മധ്യത്തില് ആത്മാവ് ഒരു നക്ഷത്രം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അവരെയാണ് മറ്റൊന്നും തന്നെ അറിയില്ല, ഇത് മാത്രം അറിയാം. ഹമാരെ ആത്മാവേ 84 ജന്മമൊക്കെ പാർട്ട് വരാ. ശരിക്കും പറയുന്നത് നമ്മൾ ആത്മാവില് 84 ജന്മങ്ങളുടെ പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇൻ ബാത്തോങ്ക കുച്ച് ഭി ജ്ഞാൻ നഹീ ഹൈ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവൊന്നും ആർക്കും തന്നെ ഇല്ല. ആത്മാ ഈ ശരീരമേ കൈസെ പ്രവേശ് കർത്തി ഏവി നഹീ ജാൻ. അവ പറയാണ് ആത്മാ ഈ ശരീരത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, ഇതും മനുഷ്യർക്കാർക്കും അറിയില്ല. ജബ് അന്തർ ചുർക്കുർ ഹോത്തി ഹി തബ് പതാ പടുത്താ ഹെ കി ആത്മാനെ പ്രവേശിക്കും. അപ്പൊ അല്ലെ ഉള്ളില് ആ കുട്ടി അനങ്ങുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്, അല്ലെ അമ്മയുടെ വയറ്റില് കുട്ടി അനങ്ങുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് ആത്മാവ് പ്രവേശിച്ചു. ഒരു ജബ് പരംപിതാ പരമാത്മാ കാത്തെ ഹിട്ടോ ഏ ഭി ആത്മാ ഹി പിതാ കാത്തി. അവ പറയാണ് പരംപിതാ പരമാത്മാവെന്ന് പറയുമ്പോൾ ആത്മാവാണല്ലോ അല്ലെ പരമാത്മാവിനെ പിതാവെന്ന് വിളിക്കുന്നത്. ആത്മാ ജാൻതി ഏ ശരീർ ലൗകിക പിതാക്കാൻ. ആത്മാവിനറിയാം ശരീരമാണെങ്കിൽ ലൗകിക അച്ഛൻ നൽകിയതാണ്, ലൗകിക അച്ഛൻ്റെതാണ്. ഹമാര ബാപ്പുത്വം നിരാകാരി. ആത്മാവിന്റെ അച്ഛൻ ആരാണ്, അത് നിരാകാരനാണ്. സരൂർ ഹമാര ബാപ്പി ഹമാരെ ജൈസ ബിന്ദി സ്വരൂപം. അപ്പം നമ്മുടെ അച്ഛൻ നിരാകാരനാണ്, ആത്മാവിന്റെ അച്ഛൻ നിരാകാരനാണെങ്കിൽ ആത്മാവിനെ പോലെ തന്നെ ബിന്ദു സ്വരൂപമായിരിക്കും അച്ഛൻ. ഉൻകി महिमा भी गाते हैं मनुष्य सृष्टि का बीज रूप ज्ञान सागर भक्त पावने. അപ്പൊ ആ ബാബയുടെ മഹിമയൊക്കെ പാടുന്നു. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപനാണ്, ജ്ഞാനസാഗരനാണ്, പതീത പാവനൻ എന്നൊക്കെ ബാബയുടെ മഹിമ പാടുന്നു. परंतु कितना बड़ा व छोटा है ये सबकी बुद्धि में नहीं बैठता. അപ്പൊ ഇങ്ങനെയൊക്കെ ബാബയുടെ മഹിമ പാടുന്നു. ജ്ഞാനസാഗരൻ, പതീത പാവനൻ, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപൻ എന്നൊക്കെ മഹിമ പാടുന്നുണ്ടെങ്കിലും അല്ലെ ബാബ എങ്ങനെയാണ്, അല്ലെ പരമാത്മാവ് എങ്ങനെയാണ്, ചെറുതാണോ വലുതാണോ അല്ലെ, ഇതൊന്നും ബാബ പറയാണ് മനുഷ്യരുടെ ബുദ്ധിയിൽ ഇല്ല. പഹലെ തുമാരി ബുദ്ധി മേ നഹീ താ ഈ ഹമാരി ആത്മാ ക്യാ ഹൈ. പണ്ട് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, നിങ്ങൾക്കും അറിയില്ലായിരുന്നു അല്ലെ ആത്മാവ് എങ്ങനെയാണ് എന്താണ്. പരമാത്മാക്ക് യാത് കർത്തേ ദേഹേ പരംപിത പരന്തു കുച്ച് നഹീ ജാനത്തെ थे. പരമാത്മാവിനെ ഓർമ്മിച്ചിരുന്നു, പരംപിത എന്നൊക്കെ വിളിച്ച് ഓർമ്മിച്ചിരുന്നു. പക്ഷെ ആ പരമാത്മാവിനെ കുറിച്ചോ അല്ലെ സ്വയത്തെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. ബാപ്പുത്വ നിരാകാർ ഹേ ഫിർ വഹ് പതീത പാവൻ കൈസേട്ടാണ്. പറയാണ് ബാബ നിരാകാരനാണ്, ആ നിരാകാരനായ ബാബ എങ്ങനെ പതീത പാവനായിട്ട് മാറും. യാ ജാദു ലഗാത്തെ, എന്ത് ഇന്ദ്രജാലാണ് ബാബ കാണിക്കുന്നത്. പതീതോങ്കോ പാവൻ ബനാനെ സെറു യഹ ആന പടുത്താൽ. അപ്പൊ ബാബ പതീത പാവനാണെങ്കിൽ പതീതരെ പാവനമാക്കി മാറ്റാൻ ബാബയ്ക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നേ മതിയാകും. जैसे हमारी आत्मा भी शरीर में रहती है वैसे पापी निराकार है उनको भी शरीर में आना पड़े. ഇതുപോലെ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നുവോ അതേപോലെ അല്ലെ പാവയ്ക്കും നിരാകാരനായ ബാബയ്ക്കും തീർച്ചയായിട്ടും ഒരു ശരീരത്തിലേക്ക് വരേണ്ടി വരുന്നു. എന്തിനു വേണ്ടി? പതീതരെ പാവനമാക്കി മാറ്റാൻ വേണ്ടി.
തബുത്തോ ശിവരാത്രി അഥവാ ശിവജയന്തി മനാത്തെ. അപ്പൊ ബാബ തീർച്ചയായിട്ടും അല്ലെ ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് ശിവരാത്രി ആഘോഷിക്കുന്നു, ശിവജയന്തി ആഘോഷിക്കുന്നു, അല്ലെ ശിവന്റെ ജന്മം ഉണ്ടാകുകയാണ്. परंतु वह पावन कैसे आकर बनाते हैं कोई नहीं जान, इसलिए कह देते സർവ്വവ്യാപി. അപ്പൊ ബാബ വന്ന് എങ്ങനെയാണ് പതീതരെ പാവനമാക്കി മാറ്റുന്നത് ബാബ പറയാണ് ഇത് ആർക്കും അറിയില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു അല്ലെ, ഈശ്വരനെ കുറിച്ച് പറയാൻ സർവ്വവ്യാപിയാണ് എന്ന് പറയും. प्रदर्शनी में अथवा कहाँ भी भाषण आदि करने जाते हो तो पहले पहले बाप की ही पहचान देनी. ബാബ പറയാണ് അല്ലെ, പ്രദർശനം നടത്തുന്ന സ്ഥലങ്ങളില് അല്ല എങ്കിൽ എവിടെയെങ്കിലൊക്കെ പ്രഭാഷണത്തിന് നിങ്ങൾ പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ബാബയുടെ പരിചയം വേണം നൽകാൻ. ആത്മാക്ക് ആദ്യം പരമാത്മാവിന്റെ പരിചയം നൽകണം, പിന്നീട് ആത്മാവിന്റെ പരിചയം നൽകണം. ആത്മാത്തോ പ്രകൃതിക്ക് ബീച്ചിലെത്തി ആത്മാവിനെ കുറിച്ച് എന്തോ പറഞ്ഞു കൊടുക്കണം അല്ലെ. ആത്മാവ് വസിക്കുന്നത് എവിടെയാണ്? പ്രകൃതി മധ്യത്തിലാണ് വസിക്കുന്നത്. അവൻ പറഞ്ഞു ഉസ്നെ ഹി സാരെ സംസ്കാരം എത്തേ, ആത്മാവിൽ തന്നെയാണ് അല്ലെ സംസ്കാരവും ഉൾക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തോ കലാസോജാത്ത അല്ലെ, ശരീരം നശിക്കും, ആത്മാവിലാണ് സംസ്കാരമൊക്കെ ഉള്ളത് അല്ലെ. ആത്മാവ് അല്ലെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സംസ്കാരമായിട്ടാണല്ലോ പോകുന്നത്. ജോ കുച്ച് കർത്തി ഹെ വ ആത്മാ ഹി കർത്തി ഹെ. ശരിക്കും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അല്ല എല്ലാം ചെയ്യുന്നത് ആത്മാവ് തന്നെയാണ്. ശരീരത്തെ ഓർഗൻസ് ആത്മാക്കെ ആധാർ पर ही चलती है. യഥാർത്ഥത്തിൽ ഈ ശരീരമാകുന്ന ഓർഗൻസ് അല്ലെ നടക്കുന്നത് പ്രവർത്തിക്കുന്നത് ആത്മാവിന്റെ ആധാരത്തിലാണ്. ആത്മാ രാത്തു ശരീരി ഹോ ജാത്തി ഹെ അല്ലെ, പകല് മുഴുവൻ ആത്മാവ് ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നു. ഇനി രാത്രിയാകുമ്പോഴോ ആത്മാ ശരീരിയാകും അല്ലെ. അതാണ് ഉറക്കം എന്ന് പറയുന്നത്, ആത്മാ ശരീരിയ. आत्मा ही कहती है आज मैंने बहुत अच्छा आराम बहुत अच्छा किया है. അപ്പൊ ആത്മാവാണ് പറയുന്നത് ഞാൻ നല്ലപോലെ റെസ്റ്റ് എടുത്തു. ആത്മാവിന്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ഞാൻ നല്ലപോലെ റെസ്റ്റ് എടുത്തു. ആജ് മുझे ആരാം നഹി ആയ അല്ലെ. ചിലപ്പോ എന്ത് പറയും, ഇന്നെനിക്ക് അത്ര റെസ്റ്റ് കിട്ടിയില്ല. ഇതൊക്കെ പറയുന്നത് ആത്മാവ് തന്നെയാണ്. മേ ഈ ശരീരദ്വാര എന്താ കർത്താ അല്ലെ, ആത്മാ എന്ത് പറയും അല്ലെ, ഞാനാണ് ഈ ശരീരത്തിലൂടെ ഈ കാര്യം ചെയ്യുന്നത്. ഏത്തും വെച്ചോ ആദത്ത് പട് ജാനി ചാഹി. ബാബ പറയാണ് കുട്ടികൾക്ക് ഈ ശീലം ഉണ്ടാകണം അല്ലെ. ആത്മാ ആണ് ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ബാബ പറയാണ് ആ ശീലം, ആ ബോധം അല്ലെ കൊണ്ടുവരുന്ന ആ ശീലം ഉണ്ടാവണം. ആത്മാവ് സൗഖ്യ കരുത്തി. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതെല്ലാം ആത്മാവ് തന്നെയാണ്. ആത്മാ ശരീരത്തിൽ നിക്കൽ ജാത്തി ഹെ തോ ഉൻകോ മുർദ കഹാ ജാത്താ ഹെ. ഇനി ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് പറയും? ഡെഡ് ബോഡി അല്ലെ. ആത്മാ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ ഡെഡ് ബോഡിയാണ്. പോയി കാം കാ നഹി രഹത. പിന്നെ ഈ ശരീരം എന്തിനു കൊള്ളാം? യാതൊരു പ്രയോജനവും ഇല്ല. ആത്മാ നികൽനെ സെ ശരീരം में जैसे बास हो जाती है. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിക്കുക? ആ ശരീരത്തിൽ നിന്ന് പിന്നെ ദുർഗന്ധം വരും അല്ല, അത് വെച്ചിരുന്നാല് പിന്നെ ദുർഗന്ധം വരും. ശരീരക്കോ ജാക്കർ ജലാത്തെ. അപ്പൊ എന്ത് ചെയ്യും? ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ശരീരം കൊണ്ട് കത്തിച്ചു കളയും. തോ തുമാര ആത്മാക്കെ സാത്തി പ്യാർ ഹേ. അവർ നിങ്ങൾക്ക് സ്നേഹമുള്ളത് ആത്മാവിനോട്. തും ബച്ചോ കോ ഏ ശുദ്ധ അഭിമാൻ ഹോനാ ചാഹിയെ മേ ആത്മാവ്. അപ്പൊ ബാബ പറയാണ് കുട്ടികൾക്ക് അശുദ്ധമായ അഭിമാനം ഉണ്ടാകണം എന്ന്. ആത്മാവ് പെണ്ണാഹേ അല്ലെ, പൂർണ്ണമായിട്ടും ആത്മാ അഭിമാനിയായിട്ട് മാറണം. മേഹനത്ത് സാരി ഇസ്മേഹി. മുഴുവൻ പരിശ്രമവും ഈ കാര്യത്തിലാണ്, ആത്മാഭിമാനിയായിട്ട് മാറുന്നതിലാണ് അല്ലെ. പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ആയിത്തീരണം. അവർ മുഴുവൻ പരിശ്രമവും ഈ കാര്യത്തിലാണ്. മുझे आत्मा को इन ऑर्गन्स द्वारा कोई भी बुरा काम नहीं करना चाहिए.
അല്ലെ വിചാരിക്കണം ഞാൻ ആത്മാവിനെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് യാതൊരു തെറ്റും ചെയ്യാൻ പാടില്ല. നയത്ത് സജാ കാണിപ്പടേക്ക്, അഥവാ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ആത്മാവ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ഭോഗ്നാഹി തവ ഭോഗി ജാതിയെ ജബ് ആത്മാക്കോ ശരീരം. അപ്പൊ ആത്മാവ് ശിക്ഷ അനുഭവിക്കുന്നത് എപ്പോഴാണ്? ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ആത്മാ ശിക്ഷ അനുഭവിക്കുന്നത്. ബിഗർ ശരീര ആത്മാ ദുഃഖ ഭോഗന സഖേ, ശരീരമില്ലാതെ ആത്മാവിന് ദുഃഖം അനുഭവിക്കാൻ പറ്റില്ല. ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ആത്മാവ് അല്ലെ ചെയ്യുന്ന ആ കർമ്മങ്ങളുടെ അല്ലെ ഫലം അനുഭവിക്കും. ആത്മാഭിമാനി പരമാത്മാഭിമാനി ബന്ന. അപ്പൊ ബാബ പറയണ മക്കളെ, ആദ്യം നിങ്ങള് സ്വയം ആത്മാഭിമാനിയായിട്ട് മാറണം. അല്ലെ ആത്മാവാണ് ഈ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ആ ഒരു തിരിച്ചറിവിലേക്ക് വരണം. പിന്നെ എന്താകണം? പരമാത്മാഭിമാനിയാകണം. മേം പരംപിത പരമാത്മാക്കി സന്താനം അല്ലെ. എന്താണ് ആദ്യം ആത്മാഭിമാനിയാകണം, പിന്നെ പരമാത്മാഭിമാനിയാകണം അല്ലെ. എന്ത് വിചാരിക്കണം? ഞാൻ പരംപിത പരമാത്മാവിന്റെ കുഞ്ഞാണ്, ഞാൻ ആത്മാവ് പരംപിത പരമാത്മാവിന്റെ കുഞ്ഞാണ്. കാത്തേവിയെ പരമാത്മാനെ ഹംകു പൈദാ കിയാ അല്ലെ പറയാറുണ്ട്. പരമാത്മാവാണ് ഞങ്ങൾക്ക് ജന്മം തന്നതെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. രചയിത ഹേ പരന്തു കൈ രചിത കൈസേ ഹേ കോയി നഹിച്ചാൻ. അപ്പൊ പരമാത്മാവ് രചയിതാവാണ്, പക്ഷേ അവ എങ്ങനെ രചയിതാവാകുന്നു ഇതാർക്കും അറിയില്ല. അല്ല എങ്ങനെയാണ് രചന നടത്തുന്നത് ആർക്കും അറിയില്ല. अब तुम जानते हो परमपिता परमात्मा नई दुनिया की कैसे स्थापना करते पुरानी दुनिया में रहते. അപ്പൊ നിങ്ങൾ കുട്ടികളും മനസ്സിലാക്കുന്നു പരമപിത പരമാത്മാവ് പുതിയ ലോകം എങ്ങനെ രചിക്കുന്നു അല്ലെ. പഴയ ലോകത്തിൽ വസിച്ചുകൊണ്ടാണ് പുതിയ ലോകം രചിക്കുന്നത്. അത് നിങ്ങൾ കുട്ടികളും മനസ്സിലാക്കുന്നതെന്ന് പറയണം. മനുഷ്യർക്കറിയില്ല, മനുഷ്യൻ രചയിതാവെന്ന് പറയുന്നു, പക്ഷെ എങ്ങനെ രചന നടത്തുന്നു അറിയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നു പുതിയ ലോകത്തിന്റെ രചന നടത്തുന്നത് പാവ പഴയ ലോകത്ത് വസിച്ചിട്ടാണ്. തേക്കോ കൈസ യുക്തി പറയുന്നു എങ്ങനെയുള്ള യുക്തിയാണ് രചിക്കുന്നത്. ഉന്നോനത്തോ പ്രളയ ദിക്കാതീയ അല്ലെ. പറയാണ് പുരാണങ്ങളില് പ്രളയമൊക്കെയാണ് കാണിച്ചത്. പീപ്പൽ കെ പത്തേ पर एक बालक आया पर बालक ही तो दिखाते नहीं. പറയുന്നത് എന്താണ് അല്ലെ? പ്രളയത്തില് ആലിലയില് അല്ലെ എന്താണ് ശ്രീകൃഷ്ണൻ ഒഴുകി വന്നതായിട്ട്, ഒരു ബാലകൻ ഒഴുകി വന്നതായിട്ട് പറയും. അപ്പൊ അവരെയാണ് കൃഷ്ണനെ കാണിക്കുന്നുണ്ട്, ബാലകനെ കാണിക്കുന്നുണ്ട്, ബാലകിയെ കാണിക്കുന്നില്ല, രാധയെ കാണിക്കുന്നില്ല, കൃഷ്ണൻ ഒഴുകി വന്നതായിട്ട് പറയും. ഇസ്കോ കഹാ ജാത ഹൈ അജ്ഞാൻ. അപ്പൊ അവരാണ് ഇതാണ് അജ്ഞത. ഭഗവാനെ ശാസ്ത്രജ്ഞ. മനുഷ്യർ പറയുന്നത് എന്താണ്? ഭഗവാനാണ് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനുഷ്യർ പറയും. ഭഗവാനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയും. വ്യാസ് ഭഗവാൻ ഹോനസ്. ഇപ്പൊ ബാബ പറയാണ് വ്യാസൻ ഭഗവാനാവില്ലല്ലോ അല്ലെ. വ്യാസനാണ് ഇതൊക്കെ രചിച്ചത്, വ്യാസൻ എങ്ങനെ ഭഗവാനാവും അല്ലെ. ഭഗവാൻ ശാസ്ത്രമായിട്ട് ലിഖ്തേഹിക്കും. ബാബ ചോദിക്കാണ് ഭഗവാൻ ഇരുന്ന് ശാസ്ത്രങ്ങൾ എഴുതുന്നുണ്ടോ? ഗായ ഹുവാഹി സവ ശാസ്ത്രം സാർ സംസാരത്തെ അല്ലെ. ഭഗവാനെ കുറിച്ച് എന്താണ് പറയപ്പെടുന്നത്, പാടപ്പെടുന്നത്? ഭഗവാൻ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമാണ് മനസ്സിലാക്കി തരുന്നത്. ബാക്കി ഇനി വേദശാസ്ത്ര പഠനേസെ കോയിക്ക കല്യാണക്കി ഹോസക്ത. ബാബ പറയാണ് അല്ലാതെ വേദശാസ്ത്രങ്ങൾ പഠിച്ചാൽ അല്ലെ ആരുടെയും അതിലൂടെ ആരുടെയും നന്മ ഉണ്ടാവില്ല. സമച്ചോ ബ്രഹ്മജ്ഞാനി സമസ്തേ ബ്രഹ്മം ലീഡ് ഹോ ജായേ. അപ്പൊ പറയുമ്പോ ബ്രഹ്മജ്ഞാനികളാണെങ്കിൽ എന്ത് വിചാരിക്കും അല്ലെ? ആത്മാവ് പോയി ബ്രഹ്മത്തിൽ ചേരും എന്നാണ് അവരുടെ സങ്കല്പം. ബ്രഹ്മത്വ മഹത്തത്വ. അപ്പൊ അവരുടെ യഥാർത്ഥത്തിൽ ബ്രഹ്മം അത് മഹത്തത്വമാണ്. ആത്മായ വഹാരത്തി. ആ ബ്രഹ്മമഹതത്വത്തില് ആത്മാക്കൾ വസിക്കുകയാണ് അല്ലെ, അവിടെ ഇരിക്കുകയാണ്. എന്ന ജാനേക്ക കാരണം ജോ ആത്താ ഹെ സോ ബോൾത്തെ രഹത്തെ. അപ്പൊ ആത്മാക്കളെ ബ്രഹ്മമാകുന്ന മഹത്തത്വത്തിൽ പോയി ഇരിക്കുകയാണ് എന്ന കാര്യം മനസ്സിലാക്കാത്തത് കാരണം ബാബ പറയാണ് ഈ ബ്രഹ്മജ്ഞാനികള് സന്യാസിമാര് അവരെന്താണ് എന്താണോ വായിൽ വരുന്നത് അറിയില്ല എന്ന് ബാബ. ഒരു മനുഷ്യ ബി സത്ത് കരുത്തരത്തെ അവരെന്തെങ്കിലുമൊക്കെ പറയും.
മനുഷ്യർ പറയാ ഇത് സത്യാണ് സത്യാണ് എന്ന് പറഞ്ഞു. बहुत ही हठयोग प्राणायाम आदि करते ही तुम तो कर न सकते. പറയാണ് ഒത്തിരിയും പേര് അല്ലെ അങ്ങനെ ഹഠയോഗം ചെയ്യുന്നവരുണ്ട്, പ്രാണായാമം ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ലോകത്തിൽ. അവിടെ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ സാധ്യം. നാച്ചു കന്യാവും മാതാവുമ്പോ ക്യാ തക്ലീഫേങ്കി. അവർ നിങ്ങൾ സാധാരണ കന്യകമാര് അമ്മമാർക്ക് ബാബ എന്ത് ബുദ്ധിമുട്ടുന്നല്ല അല്ലെ, ബാബ യാതൊരു പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ടുന്നല്ല അല്ലെ, ഹഠയോഗമൊന്നും അല്ല ബാബ ചെയ്യിപ്പിക്കും. പോലത്തും മാതായെ രാജ്യവിദ്യ നെഹി പഠിത്തി. പറയുന്ന പണ്ടൊക്കെ അമ്മമാര് രാജ്യവിദ്യ ഒന്നും പഠിച്ചിരുന്നില്ല. തോടിസി ഭാഷ സീഖ്നെക്കിലെ സ്കൂൾ മേ ഭേജാ ജാതാ താ. പണ്ട് സ്ത്രീകളെ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് അയച്ചിരുന്നത്, കുറച്ചൊക്കെ ഭാഷ പഠിക്കാൻ വേണ്ടി. ബാക്കി നൗകരി തോ കർണി നഹി. ബാക്കി പണ്ട് സ്ത്രീകൾ ജോലിയൊന്നും ചെയ്തിരുന്നില്ല. അഭിത്തോ മാതാവിൻകോ പഠനപ്പെടുത്താ ഹേ. ഇപ്പൊ പറയണ ആ അവസ്ഥയൊക്കെ മാറി, അമ്മമാർക്കും പഠിക്കേണ്ടി വരും. കമായി കർണേ വാല ന ഹോ തോ അപ്പനെ പൈരോം പർ ഖടി ഹോ സകെ സീഖ്ന ലേനി പടേ. അപ്പോ അല്ലേ സമ്പാദിക്കുന്നവര് ആരും തന്നെ ഇല്ല എങ്കിൽ അല്ലേ അവർക്കെന്താണ് തന്റെ സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരുന്നു അല്ലെ, മറ്റുള്ളവരോട് ചോദിക്കേണ്ട അവസ്ഥ വരരുതല്ലോ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പോകണമെന്ന് അല്ലെ അമ്മമാരും പഠിക്കേണ്ടി വരും. നഹിത്തോ കായിക അനുസർ ബच्चियों को घर का काम सिखाया जाता है. അല്ല എങ്കിൽ നിയമപ്രകാരം അല്ലെ പെൺകുട്ടികൾ എന്താണ് വീട്ടു കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുക അല്ലെ, അല്ലാതെ മറ്റ് പഠിപ്പിലേക്കൊന്നും വിടാറില്ല. അവ തോ പാരിസ്ത്രീ ഡോക്ടറെ ആദ്യം സിക്കിരെത്തിക്കുക. അപ്പൊ പറയാണ് ഇപ്പോൾ അല്ലെ വക്കീലാകാനും ഡോക്ടറാകാനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. यहाँ तो तुमको और कुछ करना नहीं है, सिर्फ पहले पहले कोई को भी बाप का परिचय देना है. അപ്പൊ അവരാണ് ഇവിടെ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, കേവലം ഏറ്റവും ആദ്യം അല്ലെ ആർക്കെങ്കിലും ഒക്കെ അച്ഛന്റെ പരിചയം നൽകാം. निराकार को तो सभी शिव बाबा कहते हैं, परंतु उनका रूप क्या है कोई भी जानते नहीं. അവരുടെ നിരാകാരനായ ശിവബാബയെ, നിരാകാരനെ തന്നെയാണ് എല്ലാവരും ശിവബാബ എന്ന് പറയുന്നത്, നിരാകാരനെ തന്നെയാണ് എല്ലാവരും ശിവബാബ എന്ന് പറയുന്നത്. പക്ഷെ ശിവബാബയുടെ രൂപം എന്താണ് ആർക്കും അറിയില്ല. ബ്രഹ്മത്തോ തത്വഹി, അവരുടെ ബ്രഹ്മം അത് അല്ലെ ആ തത്വമാണ്. जैसे आकाश कितना बड़ा है अंत नहीं पा सकते, वैसे ब्रह्म तत्व का भी अंत नहीं. അപ്പൊ ബാബ പറയാണ് ഈ ആകാശം എത്ര വിശാലാണ്, ഇതിന്റെ അന്ത്യം കാണാൻ കഴിയില്ല എന്നതുപോലെയാണ് ബ്രഹ്മതത്വത്തിന്റെയും അന്ത്യം കാണാൻ സാധ്യം. ഉൻകെ അംശം മാത്രമേ ഹം ആത്മായെ രത്തി. ഇപ്പം ബ്രഹ്മതത്വത്തിന്റെ വളരെ കുറച്ച് അംശം വളരെ കുറച്ച് ഭാഗത്താണ് ഇല്ല, ശരിക്കും എന്താണ് കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ആത്മാക്കൾ വസിക്കുന്നത്. അവരെ വിശാലായിട്ട് എടുക്കുക ബ്രഹ്മതത്വം, ആത്മാക്കൾ വളരെ കുറച്ച് സ്ഥലത്താണ് ഇരിക്കുന്നത് അല്ലേ. ബാക്കിയത്തെ പോളാണെങ്കിൽ ബാക്കി അവരാണ് അല്ലെ ആകാശത്തിന് ആകാശാണ്. സാഗർ ഭി आता है चलते जाओ പോളർ കാ ഭി അന്ത് നഹീ പാ സക്തേ. അവരുടെ സാഗരവും എത്ര വിശാലാണ് എന്നതുപോലെ അവരാണ് ഈ ആകാശത്തിന്റെയും അല്ലെ അന്ത്യം കാണാൻ കഴിയില്ലല്ലോ. कोशिश करते हैं ऊपर जाने की, परंतु जाते जाते उनका सामान उठ जाता है. അവരെയാണ് പരിശ്രമിക്കുന്നു അല്ലെ ആകാശത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അല്ലെ ഇതിന്റെ അന്ത്യം കാണാൻ വേണ്ടിയിട്ട്. അവരെ പിന്നെന്ത് സംഭവിക്കുന്നു, സഞ്ചരിച്ച് അല്ലെ അവരുടെ സാധനങ്ങളൊക്കെ അല്ലെ തീർന്നു പോവുകയാണ്. വൈസേഹി ബ്രഹ്മ മഹത്തത്വ ബോധപ്പെടാഹി. ഈ ആകാശം എത്ര വിശാലാണോ എന്നതുപോലെ അവർ ബ്രഹ്മ മഹത്തത്വവും അത്രയും വലുതാണ്. വഹാൻ ജാക്കർ കുച്ച് ढूंढने की दरकार नहीं. അപ്പൊ അവർ ഈ ആകാശത്തിലേക്കൊക്കെ സഞ്ചരിച്ച് അവരാണ് അവിടെ ഒന്നും പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. വഹാ ആത്മാങ്കോയെ വിചാർ करने की भी दरकार नहीं, ढूंढने से फायदा ही क्या होगा. അപ്പൊ അവരെയാണ് അല്ലെ
ബ്രഹ്മലോകത്തിൽ ഇരിക്കുമ്പോഴേ അവിടെ ആത്മാക്കൾക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. അപ്പൊ പറയാണ് അവിടെയൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് എന്താ നേട്ടം എന്ന് ബാബ ചോദിക്കുക. समझो स्टार में जाकर दुनिया ढूंढते हैं परंतु फायदा ही क्या. ഇപ്പൊ അവർ നോക്ക് ഇപ്പം അല്ലെ ഏതെങ്കിലുമൊക്കെ നക്ഷത്രങ്ങളിൽ പോയി അവിടെ അല്ലെ ഒരു ലോകമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു, അല്ലെ മനുഷ്യവാസം ഉണ്ടോന്നൊക്കെ അന്വേഷിക്കുന്നു. പക്ഷെ ബാബ ചോദിക്കാണ് അതിലൂടെ എന്താ നേട്ടം. വഹാ കോയി ബാബുക്കോ പാനിക്ക രാസ്ത നഹി അല്ലേ. അവർ ഈ ഇതൊന്നും അച്ഛനെ നേടിയെടുക്കാനുള്ള വഴിയല്ല. ഭഗത്ത് ഭക്തി കർത്തേ ഭഗവാൻ കോ പാനെ കെ ലിയെ അല്ലെ. ഭക്തര് ഭക്തി ചെയ്യുന്നത് അല്ലെ ഭഗവാനെ നേടിയെടുക്കാൻ വേണ്ടിയാണ്. തോ ഉൻകോ ഭഗവാൻ മിൽത്താ ഹൈ. അപ്പൊ ഭക്തര് ഭക്തി ചെയ്യുന്നത് ഭഗവാനെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഭഗവാനെ ലഭിക്കുന്നു. അപ്പൊ മുക്തി ജോ മുക്തി ദേത്തെ. അപ്പൊ ഭഗവാൻ വന്ന് ഭക്തർക്ക് മുക്തിയും ജീവൻ മുക്തിയും നൽകും. ढूंढना भगवान को होता है न कि पोलार को. യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. അല്ലാതെ ഈ ആകാശത്ത് എന്തുണ്ട് അതിന്റെ അന്ത്യം എന്താണ് അവിടെ ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ജഹാസെ കുറിച്ച് മിഴ്ത്താ നഹിയെ. അവർ അതിനൊന്നും കിട്ടുന്നില്ല. കിട്ടുന്ന ഗവൺമെന്റ് ഖർച്ച ഹോത്താ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എത്ര ചെലവാണുള്ളത്. ഏവി ഓൾമൈറ്റി ഗവൺമെന്റ്. അവരുടെ ഇത് ഓൾമൈറ്റി ഗവൺമെന്റ് ആണ്. പാണ്ഡവർ കൗരവ് ദോനവും താജ് നഹി ദിഖാത്തെ. പവരൻ പാണ്ഡവർക്കും കൗരവർക്കും രണ്ടു കൂട്ടർക്കും അല്ലെ രാജ്യം കാണിക്കുന്നത് കിരീടം കാണിക്കുന്നില്ല. പാപ്പാക്കർ തുമ്പോ സൗ പാതേൻ സംസാത്തെ. പാവ വന്ന് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരികയാണ്. ജബ്കി തും ഇത്തനെ സബ് നോളജ് പാത്തേ ഹോ തോ തുമ്പോ ബഹു ഖുശി രഹനാ ചാഹിയെ. അവർ നിങ്ങൾ കുട്ടികൾ ഇത്രയധികം ജ്ഞാനം അല്ലെ നേടിയെടുക്കുകയാണല്ലോ, മനസ്സിലാക്കിയാണല്ലോ. അപ്പൊ കുട്ടികൾക്ക് എത്ര സന്തോഷം വേണം. തുമ്പോ പഠാനെ വാല ബേത്തുക്ക പാപ്പു. അവർ നിങ്ങളെ പഠിപ്പിക്കുന്ന ആരാണ്? പരിധിയില്ലാത്ത അച്ഛനാ. തുമാരി ആത്മാ അദ്ദേഹം പോലെ സോ ദേവി ദേവതാത്തെ. നിങ്ങളുടെ ആത്മാ എന്ന് പറയും പണ്ട് ഞങ്ങൾ ദേവി ദേവതയായി അല്ല. ഇപ്പൊ നമുക്ക് തിരിച്ചറിവുണ്ടായി പണ്ട് നമ്മൾ ദേവി ദേവതയായിരുന്നു. ബഹുത്ത് സുഖീതേ. നമ്മൾ ദേവതയായിരുന്ന സമയത്ത് നമ്മൾ അത്രയും സുഖികളായിരുന്നു. പുണ്യാത്മാതേ പുണ്യാത്മാവായിരുന്നു. इस समय പാപാത്മാ ബൻ പടേഗി ക്യോങ്കി ഏ രാവൺ രാജി. അപ്പൊ നമ്മള് അല്ലേ പുണ്യാത്മാവായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? പാപാത്മാവായിട്ട് മാറി. ജന്മങ്ങൾ എടുത്തു വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? പാപാത്മാവായിട്ട് മാറി. എന്തുകൊണ്ടാണ്? ഇത് രാവണ രാജ്യാണല്ലോ, ഇവിടെ പാപാത്മാക്കളാണുള്ളത്. രാവൺ കി മത് പർ ഹേ. പവരൻ ഇവിടെ ഉള്ളവരൊക്കെ അല്ലെ രാവണന്റെ വഴിപ്രകാരം നടക്കുന്നവരാണ്. തുംഹോ ഈശ്വരീയ മത് പർ. നിങ്ങള് ഈശ്വരന്റെ വഴിപ്രകാരം നടക്കുന്നവരാണ്. രാവൺ ഹി ഗുപ്ത ഹേ തോ ഈശ്വർ ഭി ഗുപ്ത ഹേ. രാവണനും ഗുപ്താണ്, ഈശ്വരനും ഗുപ്താണ്. അഭി ഈശ്വർ തുമക്കോ മത് ദേ രഹേ ഹേ. പവരൻ ഇപ്പോൾ ഈശ്വരനാണ് നിങ്ങൾക്ക് അല്ലെ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്, വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. രാവൺ കൈസെ മത് ദേത്തെ. അല്ലെ രാവൺ എങ്ങനെ വഴി നൽകുന്നു? രാവൺ കാ കോയി രൂപ തോ ഹേ നഹി. രാവണൻ എങ്ങനെയാണ് നമുക്ക് വഴി പറഞ്ഞിരുന്നത്? എല്ലാവരും രാവണന്റെ വഴിപ്രകാരം നടക്കുന്നത് അല്ലേ. അപ്പൊ രാവണൻ എങ്ങനെ വഴി പറഞ്ഞു തരുന്നു? അപ്പൊ അവർ രാവണന്റെ എന്തെങ്കിലും രൂപമുണ്ടോ? ഏത്തോ രൂപ ധരത്തെ ഹി. രാവണക്കേത്തോ സഭി രൂപം. അവരെയാണ് ഇവിടെ രൂപം ധരിക്കുകയാണ് അല്ലെ. രാവണന്റെ രൂപ രാവണക്കേത്തോ സഭി രൂപി അല്ലെ. രാവണന് എല്ലാ രൂപവും ഉണ്ട്. അതായത് ജാനത്തെ ഹമാരി ആത്മ പഞ്ചവികാരത്തെ. ഇപ്പൊ രാവണന്റെ രൂപം എന്താണ്? പഞ്ചവികാരങ്ങളാണ് അല്ലെ. അപ്പൊ ആത്മാവിൽ പഞ്ചവികാരങ്ങൾ ഉണ്ടല്ലോ. ആ ആശ്രയ മത്പർ ചലത്തെ ഹേ. അപ്പൊ നമ്മൾ ശരിക്കും അല്ലെ ലോകരെന്താണ്? ആശ്രയ വഴിപ്രകാരം നടന്നുകൊണ്ട്. മെയിൽ ഫീമെയിൽ തോന്നുമേ പഞ്ചവികാരത്തിൽ. ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അല്ലെ രണ്ടു കൂട്ടുകാരിലും പഞ്ചവികാരം ഉണ്ടല്ലോ. ऐसो बातें मनुष्यों की बुद्धि में तब बैठेंगी जब वह जानेंगे कि हमको पढ़ाने वाला निराकार പരമാത്മ. അപ്പോ ബാബ പറയാണ് അല്ലെ രാവണൻ എന്ത് വസ്തുവാണ് അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കണമെങ്കിൽ അല്ലെ നമ്മളെ പഠിപ്പിക്കുന്ന നിരാകാരനായ പരംപിത പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങള് മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കൂ. പരമാത്മാ നിരാകാരൻ. ശരിക്കും പരമാത്മാ നിരാകാരനാണ്. ജബ് വഹ് സാഗർ മേ ആവേ തബ് തോ ഹം ബ്രാഹ്മൺ ബൻ. അപ്പൊ നിരാകാരനായ പരമാത്മാവ്
ഒരു ശരീരം എടുക്കുമ്പോൾ സാകാരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ബ്രാഹ്മണനായിട്ട് മാറുന്നത്. യജ്ഞമേ ബ്രാഹ്മണ സ്വരൂപി അല്ല, ബാപ്പ് भी रात को ही आता है. ഇനി ബാപ്പ് വരുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്, സൃഷ്ടിയുടെ രാത്രിയിലാണ്. ശിവരാത്രി സോ ബ്രഹ്മാക്കി രാത്രി ഹോഗി. ശിവരാത്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മാവിന്റെ രാത്രി. ബ്രഹ്മദ്വാര ഹി ബ്രാഹ്മൺ ബന്നെ. ശിവരാത്രി ബ്രഹ്മാവിന്റെ രാത്രിയാണ് അല്ലെ. അപ്പൊ അവിടെയാണ് ബ്രഹ്മാവിലൂടെയാണ് ബ്രാഹ്മണരുണ്ടാകുക. യജ്ഞമേ ബ്രാഹ്മൺ സ്വരൂപ. ഇത് യജ്ഞത്തിൽ തീർച്ചയായിട്ടും ബ്രാഹ്മണര് വേണം. ब्राह्मणों को जब तक यज्ञ संभालना है तब तक पवित्र रहना है. അപ്പൊ ബ്രാഹ്മണര് അല്ലെ എപ്പോൾ വരെ യജ്ഞം സംരക്ഷിക്കുന്നു? ബ്രാഹ്മണരാണ് യജ്ഞം സംരക്ഷിക്കുന്നത്, വെച്ച് യജ്ഞം സംരക്ഷിക്കുന്ന ബ്രാഹ്മണരാണ്. അപ്പൊ എപ്പോൾ വരെ യജ്ഞം സംരക്ഷിക്കുന്നുവോ അപ്പോൾ വരെ പവ പറയാണ് പവിത്രമായി ജീവിക്കണം. ജിസ്മാനി ബ്രാഹ്മൺ की जब यज्ञ रहते हैं तो विकार में नहीं आते. അപ്പൊ പറയാണ് സാധാരണ ബ്രാഹ്മണര് പോലും യജ്ഞ ഒക്കെ രചിക്കാറുണ്ട്, ഏതെങ്കിലുമൊക്കെ യജ്ഞങ്ങളൊക്കെ രചിക്കാറുണ്ട്. അവര് ആ സമയത്ത് അവരുടെ വികാരത്തിലേക്കൊന്നും പോകാറില്ല. വളരെ വികാരം പറഞ്ഞു യജ്ഞ രചന സമയ വികാരം നഹിച്ചായി. പറയണ അവര് വികാരികളാണെങ്കിൽ പോലും യജ്ഞ രചിച്ചിരിക്കുന്ന സമയത്ത് വികാരത്തിലേക്ക് പോകാറില്ല. जैसे तीर्थ पर जाते हैं तो जब तक तीर्थ पर रहते हैं तो विकार में नहीं जाते. അപ്പൊ അവരാണ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ അങ്ങനെയാണ് അല്ലെ. തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് വികാരത്തിലേക്ക് പോകാറ്. तुम ब्राह्मण भी यज्ञ में रहते हो पर अगर कोई विकार में जाते हैं तो बड़े पापात्मा बन पड़ते. അപ്പൊ അവ പറയാൻ നിങ്ങൾ ബ്രാഹ്മണരും യജ്ഞത്തിലാണുള്ളത്. അപ്പോ അല്ലെ അഥവാ ബ്രാഹ്മണരാരെങ്കിലും പറയണ വികാരത്തിലേക്ക് പോവുകയാണെങ്കിൽ അവര് പാപാത്മാവായിട്ട് മാറും. യജ്ഞാൽ രഹാ ഹേത്തോ അന്ത് തക്ക് തുമ്പോ പൈതരഹാൻ. ഈ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പറയണ ഈ യജ്ഞം തീരുന്നത് വരെ, അന്തിമം വരെ ബ്രാഹ്മണർക്ക് പവിത്രമായിരുന്നേ മതിയാവും. ബ്രഹ്മാക്കെ വെച്ച ബ്രഹ്മകുമാർ കുമാരിയെ വികാരം നഹി ജാ സക്തി. ബ്രാഹ്മണരാരാണ്? ബ്രഹ്മാവിന്റെ മക്കള്, ബ്രഹ്മകുമാർ കുമാരിമാർ. അല്ലെ, അവർക്ക് ഒരിക്കലും വികാരത്തിലേക്ക് പോകാൻ സാധ്യമല്ല. പാപ്പിനെ ഫർമാൻ കിയാ ഹേ തും കബ് വികാരം നഹി ജാന. ബ്രാഹ്മണർക്ക് അവയുടെ ആജ്ഞ ലഭിച്ചിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ ഒരിക്കലും വികാരത്തിലേക്ക് പോകരുത്. നഹിത്ത് ബഹുത്ത് തണ്ടേക്ക് ഭാഗ്യ ബൻ ചായെങ്കിൽ. അഥവാ വികാരത്തിലേക്ക് പോയാൽ അല്ലെ വളരെ കടുത്ത ശിക്ഷ അനുഭവിക്കും. വികാരമേ ഗയാത്തോ സത്യനാശം. അഥവാ വികാരത്തിലേക്ക് പോയാൽ അല്ലെ സ്വയത്തിന്റെ സത്യനാശം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സത്യനാശം ഉണ്ടാക്കി. അപ്പൊ ബ്രഹ്മകുമാർ കുമാരി നഹി ശൂദ്രമായി ചെയ്യും. അഥവാ അല്ലെ ബ്രാഹ്മണര് പവറൻ വികാരത്തിലേക്ക് പോയാൽ അവരാരല്ല? ബ്രഹ്മകുമാർ കുമാരി അല്ല എന്ന് പവർ. ആരാണ്? ശൂദ്രൻ അല്ലെ, ബ്രഹ്മകുമാർ കുമാരി അല്ല, ശൂദ്രനാണ്. പവറൻ മ്ലേച്ഛര. ബാബ ഹമേശ പൂछते തുമ്നെ പവിത്ര എന്നേക്ക് പ്രതിജ്ഞാക്കി. അതുകൊണ്ട് ബാബ ബ്രാഹ്മണരോട് ചോദിക്കാറുണ്ട് എപ്പോഴും, നിങ്ങൾ പവിത്രതയുടെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കാറുണ്ട്. अगर बाप से प्रतिज्ञा का ब्राह्मण बनकर विकार में गए तो चंडाल का जन्म पाए. അഥവാ അല്ലെ ബാബയോട് പവിത്രതയുടെ പ്രതിജ്ഞ എടുത്തിട്ട് അവരുടെ ആരെങ്കിലും വികാരത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെ അവരുടെ ജന്മം എങ്ങനെയായിരിക്കും? ചണ്ടാലന്റെ ജന്മമായിരിക്കും. പ്രതിജ്ഞ ലംഘിച്ചില്ലേ, അപ്പം പറയുന്ന ചണ്ടാലനായിട്ടായിരിക്കും ജന്മം. യഹാ വേശ്യ ജൈസ ഗന്ധ ജനം കൊയ് ഹോത്താ ഹൈ. ഇവിടെ വേശ്യ പോലെയുള്ള അല്ലെ മോശമായ ജന്മം വേറെ ആർക്കുണ്ടാവില്ല. അവരാണ് ഏറ്റവും മോശമായ. ഏഹേക്ക് വേശ്യാലയം, അത് വേശ്യാലയാണല്ലോ. ദോനോ ഏക്ക് ദോക്ക് വിഷിക്കാത്തെ. ഇവിടെ പരസ്പരം വിഷാണ്. बाबा कहते माया बल कितने भी संकल्प लावे परंतु नक नहीं माने.
ബാബ പറയണ മക്കളെ, മായ എത്ര തന്നെ അല്ലെ തെറ്റായ സങ്കല്പം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവരെ നിങ്ങൾ ഒരിക്കലും എന്താണ് പതീതാകരുതെന്ന് പറഞ്ഞു. കൈത ജബർദസ്തിക്ക് നഗൻ കരുത്തെ, ചിലര് നിർബന്ധം അല്ലെ നിർബന്ധത്തിന് വഴങ്ങി എന്താണ് അല്ലെ പതിതമാകുന്നുണ്ട്. बच्चों को ताकत कम रहती है, पवित्रता के साथ चलन भी बहुत अच्छी जाती है. അപ്പൊ ബാബ പറയാണ് അല്ലെ കുട്ടികളിലെ അത്ര ശക്തി പോരാ, കുറവാണ്. അപ്പൊ പറയാണ് പവിത്രതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെ പെരുമാറ്റം അത്രയും നല്ലതായി. ചലൻ കരാവ് ഹേത്തോ ബി കാമിക്കണമെങ്കിൽ, ഇനി പെരുമാറ്റം അത്രയും അല്ലെ മോശമാണെങ്കിൽ ബാബ പറയാണ് അല്ലെ അവരെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞു. ലൗകിക മാ ബാപ്പ് വികാർ ഹേത്തോ ബच्चे भी माँ बाप से ही सीखते. ലൗകിക മാതാപിതാക്കളിൽ അല്ലെ വികാരം ഉണ്ടെങ്കിലും മക്കളും അവരെ കണ്ടായിരിക്കും പഠിക്കും. തുമ്പോ പാലക് പാപ്പത്തോ ശിക്ഷ നഹി. പാർലൗകിക അച്ഛൻ നിങ്ങൾക്ക് അങ്ങനത്തെ ശിക്ഷണം നൽകും. വികാരത്തിലേക്ക് പോകാനുള്ള ശിക്ഷണം ഈ പാർലൗകിക അച്ഛൻ നൽകും. പാപ്പത്തോ ദേഹ്യമനി ബനാത്തെ, ഈ അച്ഛൻ എന്താ ചെയ്യുന്നത്? കുട്ടികളെ ദേഹ്യമനിയാക്കി മാറ്റുക. കവി ക്രോധ നഹി കർണ, പറയണ മക്കളെ ഒരിക്കലും ക്രോധിക്കാൻ പാടില്ല. ഉസി സമയത്തും ബ്രാഹ്മൺ നഹി ചണ്ടാൽ ഹോ പോയി. ഇനി ക്രോധിക്കുന്ന സമയത്ത് പവ പറയാണ് നിങ്ങൾ ബ്രാഹ്മണനല്ല ചണ്ടാലനാണ്. എന്തുണ്ടെന്നാൽ നിങ്ങളിൽ ഭൂതമുണ്ട്, ക്രോധത്തിന്റെ അവർ നിങ്ങൾ ബ്രാഹ്മണനല്ല ചണ്ടാലൻ. ഭൂത മനുഷ്യർക്ക് ദുഃഖത്തെ, ഭൂതം എന്താ ചെയ്യുക? മനുഷ്യർക്ക് ദുഃഖം തന്നെ. ബാബുക്കാത്തെ ബ്രാഹ്മൺ ബെഡ്കർ പോയി ശൈത്താനി കാമയ്ക്ക് കെട്ടാൻ. അതുകൊണ്ട് ബാബ പറയണം മക്കളെ നിങ്ങൾ ബ്രാഹ്മണനായിട്ട് ഇങ്ങനെയുള്ള ചെകുത്താന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യും. विकार में जाने से अपने को तुम अपवित्र बनाते हो, इसमें बड़ी खबरदार रहती है. അപ്പം അഥവാ വികാരത്തിലേക്ക് പോവുകയാണെങ്കിൽ, ബ്രാഹ്മണര് വികാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ യജ്ഞത്തെ അപവിത്രമാക്കി മാറ്റിയ, യജ്ഞത്തെ അപവിത്രമാക്കി മാറ്റിയ. അതുകൊണ്ട് പറയാണ് കുട്ടികൾ ഈ കാര്യത്തിൽ വളരെ ജാഗരൂകത. ബ്രാഹ്മൺ ബെണ്ണ പോയി മയസിക്ക കയറണമെങ്കിൽ അവർ ബ്രാഹ്മണനാകെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം, നമ്മുടെ വീട്ടിൽ പോകുന്നത്ര എളുപ്പമുള്ള കാര്യങ്ങൾ. യജ്ഞ പോയി ഗന്ധ നഹി കർണ, യജ്ഞത്തിൽ യാതൊരു മോശമായ കാര്യം ചെയ്യാൻ പാടില്ല. പഞ്ചവികാരമേ പോയി വികാരണമോ, അവർ പഞ്ചവികാരത്തില് യാതൊരു വികാരവും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പവറൻ പഞ്ചവികാരങ്ങളില് യാതൊരു വികാരവും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഐസൻ ഈ ക്രോധ ചെയ്യാത്ത ഹർജാണ് എന്നെ വിചാരിക്കരുത്, ക്രോധിച്ചു വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ഈ ഭൂതായാർത്ഥത്വം ബ്രാഹ്മണനെ പവറിന് ക്രോധം വന്ന ഭൂതവും വന്നാല് നിങ്ങൾ ബ്രാഹ്മണല്ല എന്ന് ബാബ പറയും. വൈ കഹേ ഏത്തോ മഞ്ചിൽ ബഹുത്ത് പൂഞ്ചി നഹി ചൽ സക്തേ തോ ജാക്കത്തെ. ആരെങ്കിലും പറയാണ് ഇവിടുത്തെ രക്ഷ അത്രയും വലുതാണ്, ഉയർന്നതാണ്, ഈ മാർഗത്തിലൂടെ പോയി ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കണം. അവർ പോയി പോയി മോശമായിട്ട് മാറി ഇരുതോന്നി. ജ്ഞാനം സദാ പവിത്ര നശ്യത്തിനാ പറ്റും. ജ്ഞാന മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോ എങ്ങനെയായിരിക്കണം? പറയാണ് അല്ല സദാ പവിത്രമായിരിക്കണം, നഷ്ടമായിരിക്കണം. പതിത പാവൻ പാപ്പക്ക ബച്ച ബൻകർ പാപ്പോ മതത്തെ, പതീത പാവനായ അച്ഛന്റെ കുഞ്ഞായി മാറി പാവയെ സഹായിക്കും. കൊയ്ത്ത് വികാർ നെഹി പണച്ചായി, കുട്ടികൾ യാതൊരു വികാരം ഉണ്ടാകാൻ പാടില്ല. കൊയ്ത്ത് ആത്തെ ഹി ഫസ്റ്റ് വികാർക്ക് ചോദ്യത്തെ, ചിലരങ്ങനെയാണ് അവിടെ കുട്ടിയായ ഉടനെ പെട്ടെന്ന് തന്നെ വികാരങ്ങളൊക്കെ ഉപേക്ഷിക്കും. സമജ്നാച്ചായി കം രുദ്രജ്ഞാനി യജ്ഞിക്ക ബ്രാഹ്മൺ, എന്ത് വിചാരിക്കണം സ്വയത്തെ കുറിച്ച്? അല്ലെ ഞാൻ ഈ രുദ്രജ്ഞാന യജ്ഞത്തിലെ ബ്രാഹ്മണനാണ്, രുദ്രജ്ഞാന യജ്ഞത്തിലെ ബ്രാഹ്മണനാണ്. ഹമാരെ സെ ഐസ കോയി കം നഹി ഹോനാ ചാഹിയെ ജോ ദിൽ ഖാത്തി രഹേ. അപ്പൊ നമ്മള് അല്ലെ യജ്ഞ സംരക്ഷകരായ ബ്രാഹ്മണരാണ് എങ്കിൽ നമ്മളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സ് പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കും. നമ്മൾ ചെയ്ത കാര്യം അല്ലെ കുറിച്ച് ഓർമ്മിച്ച് മനസ്സ് നീറുന്ന രീതിയിലുള്ള
യാതൊരു കാര്യവും ചെയ്യാൻ പാടില്ല. ദിൽ രൂപി ദർപ്പണം देखना है हम लायक है ഇപ്പോ അല്ലെ മനസ്സാകുന്ന ആ ദർപ്പണത്തിലേക്ക് നോക്കണം അല്ലെ, അങ്ങനെയുള്ള യോഗ്യത എന്നിൽ വന്നിട്ടുണ്ടോ? भारत को पवित्र बनाने के हम निमित्त है तो योग में भी जरूर रहना. അപ്പം ഭാരത് പവിത്രമാക്കി മാറ്റാൻ നമ്മൾ നിമിത്തമാണ്. ഭാരതത്തെ പവിത്രമാക്കി മാറ്റാൻ നമ്മൾ നിമിത്തമാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും യോഗയിൽ ഇരിക്കണം. സന്യാസി ലോക സിർഫ് പവിത്ര ബനത്തെ ഹൈ, ബാബുക്കൊക്കെ ജാനത്തെ ഹി नहीं. സന്യാസിമാരാണെങ്കിൽ അവർ പവിത്രമായി ജീവിക്കുന്നു, പക്ഷെ ഭാവി അറിയില്ല. അടയോ ആദി ബഹുത്ത് കരുതേ, അടയോഗമൊക്കെ അവർ ചെയ്യുന്നു. ആദ്യ കുച്ച് പിന്നെ അവരെയാണ് പവിത്രമായി ജീവിക്കുന്നു, പക്ഷെ അവർക്ക് അതിലൂടെ ഒന്നും കിട്ടുന്നില്ല, പ്രാപ്തിയൊന്നും ഇല്ല എന്ന് ഭാവം. തും ജാനത്തെ ഹോ ബാബ ആയേ ഹേ ശാന്ത അമ്മയിലെ ജാനെ. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുന്നു ബാബ വന്നിരിക്കുന്നത് നമ്മളെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ആത്മായെയും മഹാന്തി വാസി, നമ്മൾ ആത്മാക്കളെ യഥാർത്ഥത്തിൽ ശാന്തിധാമത്തിൽ വസിച്ചിരുന്നവരാണ്. ആ സുഖധാമയും തേ അപ്പൊ ദുഃഖധാമം, നമ്മൾ ശരിക്കും സുഖധാമത്തിലായിരുന്നു, ഇപ്പൊ ദുഃഖധാമത്തിലായി. അഭിയ സംഘം സിമരൻ ചർത്താ രഹേ തോ സദാ മുസ്താഹേ. ഇപ്പൊ സംഘം സമയാണ്. അപ്പൊ നമ്മള് അല്ലേ പണ്ട് സുഖധാമത്തിലായിരുന്നു, ഇപ്പൊ ദുഃഖധാമത്തിലായി. ദുഃഖധാമാണ് ഇവിടെ. നമ്മളാണെങ്കിൽ സംഗമയുഗത്തിലാണ്. അപ്പൊ അവരാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളിൽ സ്മരിച്ചുകൊണ്ടിരുന്നാണ് അല്ലെ സദാ ഉജ്ജരിച്ചുകൊണ്ടിരിക്കാൻ. जैसे देखो ये आगरा बच्चा सदैव मुस्कुराता रहता है. അവരെ നോക്കൂ അല്ലെ, ബാംഗ്ലൂരിലെ ഒരു ഭായി ആംഗന അല്ലെ, ആ കുട്ടി അവിടെ കുട്ടി സദാ പുഞ്ചിരിച്ചുകൊണ്ട് പാവ ഖാനേസെ ഖുശിയും ഭക്തർക്കുണ്ടാകും. പാവ എന്ന് പറയുമ്പോ തന്നെ ഉള്ളിൽ സന്തോഷം നിറയുകയാണ്. എന്തോ ഖുഷി ഹെ ഹം ബാബാക്കെ ബച്ചേ. ആ കുട്ടിക്ക് അത്ര സന്തോഷമുണ്ട്, ഞാൻ ബാബയുടെ കുട്ടിയാണ് എന്നതിന്റെ സന്തോഷമാണ്. ജോബിമില് ജ്ഞാൻ തേത്തെ, അവരുടെ ആരൊക്കെ കാണുന്നു അവർക്കൊക്കെ നിങ്ങൾ ജ്ഞാനം നൽകുന്നു. ആ कोई हंसी भी उड़ाएंगे क्योंकि ना ये बात हुई कोई भी नहीं जानते कि भगवान आकर पड़ा. നിങ്ങൾ ഈ ജ്ഞാനം നൽകുമ്പോ അല്ലെ പറയാണ് ഈശ്വരൻ വന്നിരിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോ കളിയൊക്കെ ചിരിച്ചെന്നൊക്കെ വരാം മറ്റുള്ളവര്. അപ്പൊ അവരെയാണ്, അതുകൊണ്ടാ ഇത് പുതിയ കാര്യമാണ്, എവിടെയും കേട്ടില്ലല്ലോ, പുതിയ കാര്യമാണല്ലോ. പക്ഷെ അവർക്ക് അറിയില്ല ഭഗവാനാണോ പഠിപ്പിക്കുന്നത്, നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ കവി ആക്കപ്പെടാത്തന്നെ. ഇവിടെ കൃഷ്ണൻ വന്ന് പഠിപ്പിക്കുന്നു, ഭഗവാനാണോ വന്ന് പഠിപ്പിക്കും, കൃഷ്ണനല്ല പഠിപ്പിക്കും. अच्छा मीठे मीठे सिक्किरदे बच्चों की बाप दादा का याद प्यार मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा പറഞ്ഞു, रुद्र ज्ञान यज्ञ का ब्राह्मण बनकर ऐसा कोई काम नहीं करना है जो दिल को खाता रहे, कोई भी भूत के वश नहीं बना. രുദ്രജ്ഞാന യജ്ഞത്തില് ബ്രാഹ്മണായതിനു ശേഷം അങ്ങനെയുള്ള യാതൊരു കാര്യം ചെയ്യരുത് മനസ്സ് നീറുന്ന വിധത്തിൽ. അല്ലെ, ചെയ്ത കാര്യം മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു കാര്യം ചെയ്യും. അപ്പൊ യാതൊരു ഭൂതത്തിനും വശപ്പെടും. പതീത പവൻ ബാബു का पूरा मददगार बनने के लिए सदा पवित्र और हर्षित रहना. പതീത പവനായ ബാബയുടെ സഹായിയാകാൻ വേണ്ടി സദാ പവിത്രവും ഹർഷിതമായി ഇരിക്കും. ജ്ഞാൻ കാ സിമരൻ കർ മുസ്കുരാത്തെ രഹനാ. ജ്ഞാനത്തെ സ്മരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് വരദാൻ. चित्त की प्रसन्नता द्वारा दुआओं के विमान में उड़ने वाले संतुष्ट मणि. അല്ലെ, ചിത്തത്തിന്റെ പ്രസന്നതയിലൂടെ ആശീർവാദങ്ങളുടെ വിമാനത്തിൽ പറക്കുന്നവരായ സന്തുഷ്ടമണിയായി ഭവിക്കും. ചിത്തത്തിന്റെ പ്രസന്നതയിലൂടെ ആശീർവാദങ്ങളുടെ വിമാനത്തിൽ പറക്കുന്നവരായ സന്തുഷ്ടമണിയായി.
संतुष्ट मणि उन्हें कहा जाता है जो स्वयं से, सेवा से और सर्व से संतुष्ट. സന്തുഷ്ട മണി എന്ന് പറയുന്നത് അവരെയാണ് ആരാണ് സ്വയത്തില്, സേവനത്തില്, സർവരിലും സന്തുഷ്ടമായിരിക്കും. സന്തുഷ്ടമണി എന്ന് പറയുന്ന അവരെയാണ് സ്വയത്തിൽ സന്തുഷ്ടമായിരിക്കുന്നത്, സേവനത്തിൽ സന്തുഷ്ടമായിരിക്കുന്നവര്, സർവരിലും സന്തുഷ്ടമായി. तपस्या द्वारा संतुष्टता रूपी फल प्राप्त कर लेना यही तपस्या की सिद्धि. തപസ്സിലൂടെ സന്തുഷ്ടതാരൂപിയാകുന്ന ഫലം പ്രാപ്തമാക്കാം. തപസ്സിലൂടെ സന്തുഷ്ടതാരൂപിയാകുന്ന ഫലം പ്രാപ്തമാക്കാം. ഇതാണ് തപസ്സിന്റെ സിദ്ധി എന്ന് പറയുന്നത്. സന്തുഷ്ടമണി വഹി ജിസ്കാ ചിത്ത് സദാ പ്രസന്ന. സന്തുഷ്ടമണി എന്ന് പറയുന്ന അവരെയാണ് ആരുടെയാണോ ചിത്തം അല്ലെ മനസ്സ് സദാ പ്രസന്നമായി. പ്രസന്നത അർത്ഥാത് ദിൽ ദിമാഗ് സദാ ആരാമേ. അപ്പൊ പ്രസന്നത എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയും ഹൃദയവും ഒക്കെ സദാ എന്താണ് അല്ലെ ആരാമത്തിലായിരിക്കും, ശ്രമത്തിലായിരിക്കും. സുഖ ചൈനിക്ക് സ്ഥിതിമേ, ആ സുഖത്തിന്റെ ശാന്തിയുടെ സ്ഥിതിയിലായിരിക്കണം ബുദ്ധിയും ഹൃദയവും ഒക്കെ അല്ലെ. അതാണ് പ്രസന്നത എന്ന് പറയുന്നത്. ഐസ്യ സന്തുഷ്ടമണിയാ സ്വയംകോ സർവ്വത്തി ദുവാങ്ക വിമാനാകുക അനുഭവത്തിൽ. അങ്ങനെയുള്ള സന്തുഷ്ടമണികളായ കുട്ടികൾ സ്വയത്തെയും അല്ല സ്വയം സർവരുടെയും ആശീർവാദത്തിന്റെ വിമാനത്തില് പറക്കുന്ന അനുഭവം ചെയ്യും. അങ്ങനെയുള്ള സന്തുഷ്ടമണികൾ സ്വയം എങ്ങനെയായിരിക്കും? സർവരുടെയും ആശീർവാദത്തിന്റെ വിമാനത്തില് പറക്കുന്ന അനുഭവം ചെയ്തു. स्लोगन सच्चे दिल से दादा विदाता वरदाता को राशि करने वाले ही रूहानी मौज में रहते. സത്യമായ ഹൃദയത്തിലൂടെ ദാതാവിനെയും വിദാതാവിനെയും വരദാതാവിനെയും പ്രീതിപ്പെടുത്തുന്നവർ തന്നെയാണ് ആത്മീയ ആനന്ദത്തിൽ കഴിയുന്നത്. സത്യമായ ഹൃദയത്തോടെ ദാതാവ്, വിദാതാവ്, വരദാതാവ് അല്ലെ, ഈ മൂന്നുപേരെയും പ്രീതിപ്പെടുത്തുന്നവർ തന്നെയാണ് ആത്മീയ ആനന്ദത്തിൽ കഴിയുന്നത്. അവ പറഞ്ഞു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് സ്നേഹം ആത്മാവിനോടായിരിക്കണം. നടക്കുമ്പോഴും ചെയ്യുമ്പോഴും അഭ്യസിക്കണം. ഞാൻ ആത്മാവാണ്, ആത്മാവിനോടാണ് സംസാരിക്കുന്നത് അല്ലെ, എനിക്ക് യാതൊരു തെറ്റായ കാര്യവും ചെയ്യേണ്ടതില്ല. പിന്നെ ബാബ ചോദിച്ചു, ബാബയിലൂടെ രചിക്കപ്പെട്ട യജ്ഞം എപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുവോ അപ്പോൾ വരെ ബ്രാഹ്മണർക്ക് ബാബയുടെ ഏതൊരാജ്ഞ തീർച്ചയായിട്ടും പാലിക്കുന്നത്. ബാബയുടെ ആജ്ഞയാണ്, മക്കളെ എപ്പോൾ വരെ ഈ രുദ്രയജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോ അപ്പോൾ വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പവിത്രമായി. നിങ്ങൾ ബ്രഹ്മാവിന്റെ മക്കൾ, ബ്രഹ്മകുമാർ കുമാരിമാര് ഒരിക്കലും വികാരത്തിലേക്ക് പോകാൻ കഴിയില്ല. അഥവാ ആരെങ്കിലും ഈ ബാബയുടെ ആജ്ഞയെ അവജ്ഞ ചെയ്യുകയാണെങ്കിൽ അവർ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അഥവാ ആരെങ്കിലും ക്രോധമാകുന്ന ഭൂതമുണ്ടെങ്കിലും അവര് ബ്രാഹ്മണനല്ല. ബ്രാഹ്മണർക്ക് ദേഹി അഭിമാനിയായിട്ടിരിക്കണം. ഒരിക്കലും വികാരത്തിന് വശപ്പെടാൻ പാടില്ല. ആ നാളെ പട്ടിയാണ്, 8 മണി മുതൽ ആലപ്പുഴയിൽ പട്ടിയാണ്. എല്ലാവരും ഉണ്ടായിരിക്കണം. വിശ്വാസം പറഞ്ഞു.